മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലാലേട്ടൻ ഒനീലിനെയും അഭിലാഷിനെയും ബിന്നിയെയും കൈയോടെ പൊക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ 3 പേരോടും ഇവര് മാറിയിരുന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. പക്ഷെ 3 പേരും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. അപ്പോഴാണ് ലാലേട്ടൻ ശരി എനിക്ക് തോന്നിയതായിരിക്കും ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇരുത്തുന്നു. പിന്നീട് ഇവർക്കൊരു വീഡിയോ ക്ലിപ്പ് ഇട്ട് കാണിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒനീലും അഭിലാഷുമൊക്കെ ആര്യനും ജിസയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിരുന്ന് സംസാരിച്ചല്ലോ. അതായത് ഇവർ ലവ് ട്രാക്ക് കളിക്കുകയാണ്, ഇതിവരുടെ ഡ്രാമയാണ്, ഗെയിം പ്ലാൻ ആണെന്നൊക്കെ. ആ കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ ക്ലിപ്പുകളാണ് ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ ഇപ്പോൾ ഇവരെ പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഇവരോട് തന്നെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒനീൽ എന്നൊക്കെ. അപ്പോൾ ഒനീലും പറയുന്നത് ആര്യൻ വന്ന സമയത്ത് നല്ല ഗെയിമറായിരുന്നു, പിന്നീട് ജിസേലിന് ഒരു ഹെൽപ്പറായിട്ട് മാറി, ജിസേലിന് പാത്രം കഴുകി കൊടുക്കുക, തുണി കഴുകി കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ശോഭ വന്നപ്പോൾ, അതായത് ഹോട്ടൽ ടാസ്കിൽ ശോഭ വന്നപ്പോൾ സാരിത്തുമ്പിൽ പിടിപ്പിച്ചുകൊണ്ട് നടന്നത്. അത് ഇതുവരെ ഇവന് മനസ്സിലായിട്ടില്ലെന്നൊക്കെ. ഞാൻ ഇവനൊരു ബ്രദറായിട്ടാണ് കണ്ടത്, പിന്നെ ഒരു ടോക്ക് പോയതേ ഉള്ളൂ, അങ്ങനെ ഞങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു. അഭിലാഷും ആ രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് ആര്യൻ നല്ലൊരു ഗെയിമറാണ്, ജിസയിലാണ് ആര്യനെ നശിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ലാലേട്ടൻ പിന്നെ എല്ലാവരോടുമായി ചോദിക്കുന്നു ജിസയിലും ആര്യനും തമ്മിൽ ഒരു ലവ് ട്രാക്ക് ആണെന്ന് വേറെ ആർക്കെങ്കിലും തോന്നിയെന്ന്. ബിന്നിക്കും അക്ബറിനും തോന്നി എന്ന് പറയുന്നു. അക്ബർ വ്യക്തമായി തന്നെ ഈ കാര്യം ജിസൈലിനോടും ആര്യനോടും ചോദിച്ചിട്ടുണ്ട്, തുറന്ന് ചോദിച്ച കാര്യമാണ്. പിന്നീട് ലാലേട്ടൻ അനീഷിനോടാണ് ചോദിക്കുന്നത്. അനീഷ് പറയുന്നത് ഞാൻ ജിസൈലിൻ്റെയും ആര്യൻ്റെയും തൊട്ടടുത്ത കട്ടിലാണ്, ഞാൻ കണ്ടത് വെച്ച് അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പാണ്, നല്ല ബോണ്ട് ഉണ്ട് എന്നാണ്. ലക്ഷ്മിയോട് ചോദിക്കുന്നു. ലക്ഷ്മിക്കും ആ ഒരു അഭിപ്രായം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബാക്കി ഭൂരിഭാഗം പേരും അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ലാലേട്ടൻ ചോദ്യം ചെയ്തുകൊണ്ടാണോ ലാലേട്ടനെ പേടിച്ചാണോ എന്നറിയില്ല. കാരണം ആദിലയും നൂറയും എപ്പോഴും ഈ രീതിക്കുള്ള സംസാരങ്ങൾ സംസാരിക്കാറുള്ളതാണ്. അതായത് ജിസയിലും ആര്യനും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്, ജിസേലിൻ്റെ തുണി അലക്കി കൊടുക്കാനാണ് ആര്യൻ വന്നിരിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ലാലേട്ടൻ ചോദിച്ച സമയത്ത് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണെന്നാണ് ആദിലയും പറഞ്ഞിരിക്കുന്നത്. അനുമോളോടും ലാലേട്ടൻ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. പക്ഷേ അനുമോള് ആ പ്രശ്നത്തിൽ പിന്നെ അവരുടെ കാര്യം ശ്രദ്ധിക്കാറില്ലെന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒനീലിനും അഭിലാഷിനും മാത്രമല്ല ബിഗ് ബോസ് ഹൗസിലുള്ള പലർക്കും ആര്യൻ്റെയും ജിസേലിൻ്റെയും റിലേഷൻഷിപ്പിൽ കുറച്ചൊക്കെ സംശയവും വെറുപ്പും പിന്നെന്താണ് ഇഷ്ടക്കുറവും ഒക്കെയുണ്ട്. പക്ഷേ ലാലേട്ടൻ ചോദിച്ചപ്പോൾ എല്ലാവരും പുണ്യാത്മാക്കളായി എന്ന് മാത്രം. പിന്നെ ഈ ഒരാഴ്ച ജിസേലിന് പണി കൊടുക്കാൻ വേണ്ടി ഒനീലും അഭിലാഷും മാക്സിമം ശ്രമിച്ചിരുന്നു, പ്രത്യേകിച്ച് അഭിലാഷ്. എന്തായാലും ലാലേട്ടൻ അഭിലാഷിനെയും ഒനീലിനെയും കൈയോടെ പൊക്കിയിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.